എന്തിന് ചെരുപ്പ്? വയ്യ. ഐസ്ക്രീം അയ്യോ ഐസ്ക്രീം എന്തൊരു കൽപ്പ്. എന്തൊരു പെണ്ണെ കിടന്ന് വിളിക്കണേ? നിങ്ങളെല്ലാം വലിയ അതിശയപ്പെട്ട് നോക്കുമ്പോ എന്നെ നോക്കണ് എന്തേ? ഇത് കൊള്ളാം. ഒരു ചെരുപ്പ് കാലില്, ഒരു ചെരുപ്പ് താണ്ടി ഇവിടെ. എന്നാലും എന്തൊരു പരിപാടി അപ്പൂപ്പ കാണിച്ചത്? 100 രൂപയ്ക്ക് ചെരുപ്പ് മേടിച്ചതിന്റെ ബാക്കിയുള്ള പൈസ അടിച്ചിട്ട് വന്നല്ലേ? കുടിക്കാൻ ഇവനല്ലേ പൈസ തന്നത്? ആര് കുടിക്കാൻ പൈസ തന്നെന്ന്? എന്റെ പൊന്നപ്പൂപ്പ ചെരുപ്പ് മേടിക്കാനാണ് പൈസ തന്നത്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞത് ഇരിക്കട്ടെ എനിക്ക് തന്നു. ഞാൻ കൊണ്ടുപോയി കുടിച്ചു. ഇങ്ങേര് ഒരു കാലത്ത് നന്നായില്ല. ഇങ്ങേര് കാരണേ ഞാൻ രമേനെ ഡിവോഴ്സ് ചെയ്യേണ്ടി വരും. നിന്നെ ഞാൻ എല്ലാ ഡിവോഴ്സ് ചെയ്ത് കളഞ്ഞു. ഇന്ന് നീ തള്ളി പിടിച്ചോണ്ട് കൊണ്ട് വരണമെന്നില്ല. ഞാൻ പോണ്. മോള് വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴേ നിങ്ങൾ പഠിക്കുള്ളൂ. എന്തോ അങ്കിളെ അങ്ങനൊന്നും പറയല്ലേ. അത് തന്നെ എന്തരങ്ങളെ വെറുതെ ഈ പ്രശ്നത്തിനാണ് രമേന്റെ പേര് വലിച്ചേക്കണത്. ഇങ്ങനെ വീട്ടിൽ കൊണ്ടുപോക്കുന്നൊക്കെ പറയണ. പോട്ടെ മക്കളെ, ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാ. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നീ ചെയ്യും എങ്കിലല്ലേ നിന്റെ ഉദ്ദേശം നടക്കൂ. എന്തുദ്ദേശം എന്നാ നിങ്ങൾ പറയണം? മതമോ നോക്കൂല. നിന്റെ നമ്പർ എൻ്റെ അടുത്ത് ഇറക്കല്ലേ. ശങ്കരനെ കുറെ നമ്പർ കണ്ടിട്ടുള്ളതാണ്. എടാ ശങ്കരൻ നമ്പർ 1 ആണ്. 1. എടാ കേശു, എന്തിനാടാ ഇങ്ങനെ നീ പാറമടയിൽ നിന്ന് പൊക്കിക്കൊണ്ട് വന്നത്? എന്റെ ഭാഗത്തും തെറ്റുണ്ട്. നീ എന്റെ പുറകെ ചാടൂല. ചാടുകയാണെങ്കിൽ ഒരു കരിങ്കല്ലെടുത്ത് എന്റെ മുതലിടും. അപ്പോഴേ നീ വിചാരിച്ച കാര്യം നടക്കുള്ളൂ. കുറെ നേരമല്ല അപ്പൂപ്പ കാര്യം എന്ന് പറയുന്നത്. എന്താ കാര്യം? മക്കളെ എന്നെ കൊല്ലണം. അത് തന്നെ അവന്റെ ഉദ്ദേശം. അപ്പൂപ്പൻ അകത്ത് പോയി കേടാ. ഇവിടെ കിടന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാതെ ചെല്ല്. മക്കളെ എന്തോന്ന് കണ്ടിട്ട് എന്തൊരു തോന്നണ്? കൊടുത്ത പൈസക്ക് പോയി വന്നേക്കണ്. നിങ്ങളൊക്കെ എന്തോന്ന് ചെയ്യാൻ പോണ? അകത്ത് വിളിച്ചോണ്ട് കിടത്താൻ പോണ? പിന്നല്ലാതെ കണ്ട കുടിയന്മാർ കയറി കിടക്കാനുള്ള സ്ഥലമൊന്നും അല്ല ഇത്. ഇങ്ങനെയുള്ളവർ കിടക്കേണ്ടതേ റോഡിലാണ്. എൻ്റെ അഭിപ്രായം പറഞ്ഞ ഗേറ്റിനെ പുറത്താക്കണം. കൊള്ളാം, നല്ല സ്വഭാവം. സ്വന്തം അപ്പൂപ്പനാണെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്ന. ഇങ്ങനെ പറ മാത്രമല്ല, ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞേനെ. ഉപകാരവും ഇല്ല ഉപദ്രവം. ലോകത്ത് ഇങ്ങനെയുള്ളവർ വേണ്ടെന്നങ്ങ് വിചാരിച്ചേനെ. മൈ വിട്. ഇതിപ്പോ എന്തരേ? വിട്ടേക്ക്, വിട്ടുപിടി. പിന്നെ എന്തോന്നടേ, ഭാര്യയ്ക്ക് സ്വസ്ഥത കൊടുക്കൂല, മോളെ മരുമോനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. ഇവിടെ കയറി വന്നിരിക്കണം. ഇവിടുത്തെ സ്വസ്ഥതയും കൂടെ കളയാ. ആ പാറമട എടുത്ത് ചാടിയില്ലേ? എന്തെങ്കിലും പറ്റിയെങ്കിൽ ആര് സമാധാനം പറഞ്ഞേനെ? അപ്പൂപ്പൻ കാണിച്ചത് ശരിയായില്ല. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് ഇനി ഒരിക്കലും വരണ്ട. മക്കളെ അപ്പൂപ്പൻ വരണ്ടല്ലേ? വേണ്ട. അപ്പൂപ്പ ഐസ്ക്രീം മാറ്റന്നല്ലേ മക്കളെ? എന്നിട്ട് ഒറ്റയ്ക്ക് നിന്നില്ലേ എനിക്ക് തരാതെ? അപ്പൊ അപ്പൂപ്പൻ വരണ്ടല്ലേ? വേണ്ട. ശരി, അപ്പൂപ്പൻ പറഞ്ഞില്ല. ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിച്ചു. അതിന്റെ ഫലമാണ്. പക്ഷെ ഞാൻ ചാവാൻ പോവേണ്. പാറമടയിൽ ചാടി ചാവാൻ പോവേണ്. നിങ്ങൾ ഒരൊറ്റെണ്ണം വന്നു പോകരുത്. ചാവാൻ പോവേണ്. ഒറ്റെണ്ണം വന്നു പോകരുത്. അരുവില്ലെന്ന്. ശരി, ഞാൻ ചാടി ചാവാൻ പോവേണ്. ചേട്ടാ പോയി പിടിക്കേട്ടാ. എനിക്ക് വേറെ പണിയില്ല. അങ്കിളെ ഇങ്ങനെ പോയി പിടിച്ചിട്ട് വാ. ഈ മനുഷ്യന്റെ ഒരു കാര്യം. കേശു, എടാ എനിക്ക് നീന്താ അറിയാൻ പാടില്ല. ചേട്ടാ നീന്താ അറിയാലോ. പോയി പിടിച്ചിട്ട് വാ. പോയിട്ട് വാ. പോണു. ഞാൻ ഇല്ല. പോ ചേട്ടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.